ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. സഹോദരങ്ങളെ, നാം ആരെ ഭയപ്പെടണം എന്നത് അറിഞ്ഞിരിക്കേണ്ട ഒരു വസ്തുതയാണ്. ലൂക്കോസ് 12:5 ഇങ്ങനെ പറയുന്നു: എന്നാൽ നിങ്ങൾ ആരെ ഭയപ്പെടണമെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങളുടെ ശരീരം കൊല്ലപ്പെട്ടതിനു ശേഷം നിങ്ങളെ നരകത്തിലെറിയാൻ അധികാരമുള്ളവനെ ഭയപ്പെടുക. അതെ, ഞാൻ നിങ്ങളോട് പറയുന്നു, അവനെ ഭയപ്പെടുക. നാം ഭയപ്പെടേണ്ടത് മനുഷ്യരെയോ അല്ലെങ്കിൽ ശരീരത്തെ മാത്രം കൊല്ലാൻ കഴിയുന്ന മറ്റെന്തിനേയോ അല്ല, മറിച്ച് ആത്മാവും ശരീരവും നൽകി ദൈവത്തിൻ്റെ ഛായയിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ്റെ ആത്മാവിനെ നിത്യനരകാഗ്നിയിൽ തള്ളിയിടാൻ അധികാരമുള്ളവനെയാണ് ഭയപ്പെടേണ്ടത്. മത്തായി 10:28 ഇത് തന്നെ ആവർത്തിക്കുന്നു. വെളിപാട് 14:7 ദൈവത്തെ ഭയപ്പെട്ട് അവന് മഹത്വം കൊടുക്കുവിൻ എന്ന് പറയുന്നുണ്ട്. ന്യായവിധിക്കായി എബ്രായർ 10:31 ജീവനുള്ള ദൈവത്തിൻ്റെ കയ്യിൽ വീഴുന്നത് ഭയങ്കരമെന്ന് പറയുന്നുണ്ട്. നാം ദൈവത്തെ എങ്ങനെ ഭയപ്പെടണം? സ്നേഹവും കരുതലുമുള്ള മാതാപിതാക്കൾ നമുക്കുണ്ടെങ്കിൽ അവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യാൻ നാം ഭയപ്പെടാറില്ലേ? അത്തരം മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞത് ഇന്ന് അത് അന്യം നിന്നു പോകുന്ന ഒന്നായി കാണുന്നത് കൊണ്ടാണ്. ഉണ്ടെങ്കിൽ എന്ന് തന്നെ കരുതുക. അവരെ നാം സ്നേഹത്തോടെ ഭയപ്പെടും. ആ രീതിയിലുള്ള ഒരു ഭയമാണ് ദൈവത്തോട് നമുക്ക് വേണ്ടത്. അല്ലാതെ എപ്പോഴും വടിയും പിടിച്ച് തല്ലാൻ നിൽക്കുന്ന ഒരാളോട് തോന്നുന്ന ഭയമല്ല പരമാധികാരിയായ സർവശക്തനായ സ്നേഹസമ്പന്നനായ ദൈവത്തോട് നമുക്ക് തോന്നേണ്ടത്. ദൈവത്തെ ഭയപ്പെടാത്തവർക്ക് മറ്റു പലതിനെയും ഭയമുണ്ടാകും. ഉദാഹരണത്തിന്, ചിലപ്പോൾ മരിക്കാൻ ഭയമുണ്ടാകും. ചിലർക്ക് മനുഷ്യരെ ഭയമുണ്ടാകും. ഭീഷണികളെ ഭയക്കും, അപമാനത്തെ ഭയക്കും. അങ്ങനെ പോകുന്നു മറ്റു ഭയങ്ങൾ. ഇപ്പോൾ പറഞ്ഞ തരത്തിലുള്ള ഭയത്തിന് ഏറ്റവും ശക്തരായവരെ പോലും തളർത്താൻ കഴിവുണ്ട്. മനുഷ്യരെ നിർവീര്യമാക്കാൻ ഇത്തരത്തിലുള്ള ഭയത്തിന് കഴിയും. ദൈവത്തെ ഭയപ്പെടുന്നവർ ദൈവത്തിൻ്റെ സംരക്ഷണത്തിലാണ്. ദൈവത്തെ ഭയപ്പെടുന്നവനോട് 365 പ്രാവശ്യം, അതായത് വർഷം മുഴുവൻ ഭയപ്പെടേണ്ട എന്ന് ബൈബിൾ വചനത്തിലൂടെ ദൈവം നമ്മെ അറിയിക്കുന്നു. പൂർണ്ണ ആശ്രയത്വവും സ്നേഹവും കൊടുക്കുന്ന പരമാധികാരിയായ രക്ഷയായ വെളിച്ചമായ ദൈവം നമ്മോട് കൂടെയുണ്ടെങ്കിൽ പിന്നെ നാം ആരെ എന്തിനെ ഭയപ്പെടണം? ദാവീദ് സങ്കീർത്തനം 27:1 പറയുന്ന പോലെ നമുക്കും ഇങ്ങനെ പറയാനാകണം: യഹോവ എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയുമാകുന്നു, ഞാൻ ആരെ ഭയപ്പെടും? യഹോവ എൻ്റെ ജീവൻ്റെ ബലം, ഞാൻ ആരെ പേടിക്കും? ഈ വചനങ്ങൾ സ്വീകരിക്കാൻ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. ദൈവമേവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.